Hi everyone, this is Shia Postmaster and welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു SB അക്കൗണ്ട് പോസ്റ്റ് ഓഫീസിൽ ഓപ്പൺ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ബാങ്കുകളിലെ പോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളിലും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. നമ്മൾ SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, 2 ഫോട്ടോ എന്നിവ മാത്രമാണ്. മിനിമം ബാലൻസ് ഇവിടെ വേണ്ടത് 500 രൂപയാണ്. അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് 500 രൂപയും ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, 2 ഫോട്ടോ എന്നിവ ആവശ്യമാണ്. നമ്മൾ ഒരു SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്കുകളിലെ പോലെ തന്നെ നമുക്ക് ATM കാർഡിനും ചെക്ക് ബുക്കിനും ഫെസിലിറ്റീസ് ഉണ്ട്. അത് പലർക്കും അറിയില്ല. പോസ്റ്റ് ഓഫീസുകളിൽ ഇപ്പോൾ ATM കാർഡും ചെക്ക് ബുക്കും എല്ലാം ലഭിക്കുമെന്നുള്ളത്. നമ്മുടെ പോസ്റ്റ് ഓഫീസിന് ഒരു IFSC കോഡ് ഉള്ളത് കൊണ്ട് തന്നെ മറ്റു ബാങ്കുകളിൽ നിന്ന് പണം നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, അതായത് RTGSോ നെഫ്റ്റോ ചെയ്യുന്നത് കൊണ്ടോ ബുദ്ധിമുട്ടുകളില്ല. 4% പലിശയാണ് നമ്മൾ SB അക്കൗണ്ടുകൾക്ക് നൽകുന്നത്. അതായത് ബാങ്കുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി കൂടുതലാണ് പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ടിന് നമ്മൾ നൽകുന്ന പലിശ നിരക്ക്. പോസ്റ്റ് ഓഫീസ് ATM കൗണ്ടറുകൾ എല്ലാ മെയിൻ സിറ്റീസിലും ഉണ്ട്. അതുകൂടാതെ നമുക്ക് മറ്റു ബാങ്കുകളുടെ ATM കൗണ്ടറിലും ഈ ATM കാർഡ് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ATM കൗണ്ടറിൽ എത്ര തവണ വേണമെങ്കിലും ഈ ATM കാർഡ് യൂസ് ചെയ്യാം. മറ്റ് ബാങ്കുകളിൽ യൂസ് ചെയ്യുമ്പോൾ അത് ചില ബാങ്കുകളുടെ ചാർജസ് ഈടാക്കുന്നതായിരിക്കും. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പേരിൽ അവരുടെ പാരൻസിനും 10 വയസ്സിന് മുകളിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും സ്വന്തം പേരിലും SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മൈനറായിട്ടുള്ള കുട്ടികളുടെ പേരിൽ ചേർന്നിരിക്കുന്ന അക്കൗണ്ട് അവർ മേജർ ആയതിനു ശേഷം 18 വയസ്സിന് ശേഷം വീണ്ടും KYC നൽകേണ്ടതായിരിക്കും. നമുക്കിവിടെ സെൽഫായിട്ടും ജോയിൻ്റ് ആയിട്ടും SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ജോയിൻ്റ് ആയിട്ട് 3 പേര് വരെ ജോയിൻ്റ് ആയിട്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരു ഇന്ത്യൻ പൗരന് ഒരു SB അക്കൗണ്ടാണ് ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ SB അക്കൗണ്ടുകൾ സൈലൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ 3 വർഷത്തിലൊരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ചെയ്തില്ലെങ്കിൽ ആ അക്കൗണ്ട് സൈലൻ്റ് ആയി പോകും. അപ്പോൾ സൈലൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ റിവൈവ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസുകളിൽ റിവൈവൽ ഫോം സബ്മിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ KYCക്കുള്ള ഫോമും കൂടി സബ്മിറ്റ് ചെയ്യുക. നമ്മുടെ SB അക്കൗണ്ട് റിവൈവ് ചെയ്തെടുക്കുന്നതിന് നമുക്ക് സ്പെഷ്യൽ ചാർജസ് ഒന്നും ഇല്ല. അതുകൂടാതെ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി, ഇനി നമ്മുടെ അക്കൗണ്ടും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ ചെയ്യേണ്ടത് 118 രൂപ ഏത് സ്ഥലത്തേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ സ്ഥലത്ത് ഒരു അപേക്ഷ കൊടുത്തതിന് ശേഷം 118 രൂപ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്താലും മതി. ഇല്ല, നമ്മൾ ഓൾറെഡി ഉള്ള സ്ഥലം, അതായത് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത സ്ഥലത്തും നമുക്ക് ഈ റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ്. അതായത് നമ്മളുടെ അക്കൗണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ് ഓഫീസിലേക്കോ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു റിക്വസ്റ്റ്, വൈറ്റ് പേപ്പർ റിക്വസ്റ്റ് പ്ലസ് 118 രൂപയും നമ്മൾ പോസ്റ്റ് ഓഫീസുകളിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. നമ്മളുടെ പോസ്റ്റ് ഓഫീസുകളിൽ ഇപ്പോൾ നമ്മളുടെ RD അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് SBയിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ TD അക്കൗണ്ടിൻ്റെ പലിശ, MIS മന്ത്ലി ഇൻകം സ്കീമിൻ്റെ പലിശ എന്നിവയെല്ലാം നമ്മൾ SB അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സമയം വരുമ്പോൾ അതിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും. ഇനി RD അടയ്ക്കാനായിട്ട് ഓട്ടോ ക്രെഡിറ്റ് ഓപ്ഷനും ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളുടെ SB അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മാസം 15-ാം തീയതി നമ്മളുടെ RD അക്കൗണ്ടിലേക്ക് ഓട്ടോ ക്രെഡിറ്റ് പോയിക്കോളും. ഇത് കൂടാതെ നമ്മളുടെ IPPB അക്കൗണ്ടുമായിട്ട് ഈ SB അക്കൗണ്ട് ലിങ്ക് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ട് ഗൂഗിൾ പേയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് ഓഫീസ് SB അക്കൗണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട്
നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിന് മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.